ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ദിലീപാണ്. ഞാൻ നാട്ടിൽ തൃശ്ശൂരാണ്, പക്ഷേ പൂനെയിലാണ് സെറ്റിൽഡും ബോൺ ആൻഡ് ബ്രോട്ടം. അത് കാരണം എൻ്റെ മലയാളം ആ ആക്സെൻറ്റ് കറക്റ്റായിട്ട് വരില്ല. അത് ആദ്യമേ പറഞ്ഞ് ക്ലിയർ ആക്കാണ്. പിന്നെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഹൗ ഐ ബിക്കം എൻ എത്തിസ്റ്റ്. എങ്ങനെ എൻ്റെ ദൈവവിശ്വാസം ഇല്ലാണ്ടായി. അല്ലെങ്കിലും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തിൽ അമ്പലത്തിൽ പോവാറുണ്ട്. അതുപോലെ ഞാൻ ശബരിമല കണ്ടിന്യൂ ആയിട്ട് 8-9 വർഷം ഞാൻ പോയിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ, മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം വേറെ ലെവലായിരുന്നു. അത് ചിലപ്പോൾ അവിടെ ഉള്ള ഒരു ദൈവികം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവിടുത്തെ ഒരു കണ്ടീഷൻ, സിറ്റുവേഷൻ, എല്ലാവരും ഒരു ഭക്തിയിൽ പോകുന്ന കാരണം ആയിരിക്കാം അവിടെ പോകുമ്പോൾ നമുക്ക് ഒരു നല്ല ഫീലിംഗ് കിട്ടുക. സെയിം അതുപോലെ തന്നെ തിരുപ്പതിയും ഞാൻ എല്ലാം വർഷം പോകാറുണ്ട്. ചില സമയത്ത് വർഷത്തിൽ 2-3 പ്രാവശ്യം പോകാറുണ്ട്. ഞാൻ എത്രയോ പ്രാവശ്യം അവിടെ പോയിട്ട് ദർശനത്തിന്, അതായത് ഉള്ളിൽ ദർശനത്തിന് പോവാണ്ട് ജസ്റ്റ് പുറത്ത് തന്നെ തൊഴുത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ദൈവത്തിന് വേണ്ടിയല്ല പോണേ, ഞാൻ പോണത് അവിടുത്തെ ആ ചുറ്റുപാടും ഉള്ള ഒരു എൻവയോൺമെൻറ്റ് ഫീൽ ആവാനും അതുകൊണ്ട് കിട്ടുന്ന ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനുമാണ് അതിൻ്റെ മെയിൻ റീസൺ ഞാൻ ഈ സ്ഥലത്തൊക്കെ പോകാനായിട്ട്. അതെനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ മെല്ലെ നമ്മുടെ എസൻസ് ഗ്ലോബലും നമ്മുടെ ആരിഫ് ഹുസൈൻ്റെയും ലിയാക്കത്തിൻ്റെയും അങ്ങനെ പല ആൾക്കാരുടെയും വീഡിയോ കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് ആക്ച്വലി നമ്മൾ ഇതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ആ സമയം വരെ നമ്മൾ ഓക്കെ ആയിരുന്നു, നോർമലായിരുന്നു. അത് ദൈവം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ അത്ര വലിയ വിശ്വാസിയൊന്നും അല്ലായിരുന്നു ഞാൻ എന്നാലും. പക്ഷേ ഇവരുടെ വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇല്ല വിശ്വാസം കൂടി ഇല്ലാണ്ടായി. അത് നമ്മൾ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. വളരെ വളരെ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇത്ര വലിയ ബ്രഹ്മാണ്ടം, ഇത്ര പ്ലാനറ്റ്സ്, ഇത്ര പ്ലാനറ്റ്സിൽ നമ്മൾ മനുഷ്യൻ പറഞ്ഞ ഒരു ചെറിയ ഒരു ജീവി, ഈ ഭൂമി തന്നെ ഒരു ചിലപ്പോൾ ഒരു അരിയുടെ മണിയുടെ അത്രയും ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ. അപ്പോൾ ഈ ദൈവം നമ്മളെ നോക്കിയിരിക്കുകയാണോ? നമ്പർ 1 ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, നമ്മൾ ഈ അമ്പലത്തിൽ പോയി പൈസ കൊടുക്കുന്നു, എണ്ണ കൊടുക്കുന്നു, നെയ്യ് കൊടുക്കുന്നു, പൂജ ചെയ്യുന്നു, ഇതൊക്കെ ഈ ദൈവം കേൾക്കുമോ? നമ്മൾ പറയുന്ന എല്ലാം സംഭവം ദൈവം കേൾക്കുമോ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. പിന്നെ മൂന്നാമത്തെ ചോദ്യം പറഞ്ഞാൽ, ശരിക്കും ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ആ ദൈവം ഒന്നായനെ, എന്നിട്ട് ആ ദൈവം എല്ലാവരോടും പറഞ്ഞാണ്, ഞാനാണ് ഇവിടുത്തെ മുതലാളി, നിങ്ങൾ വേറെ ആരും പ്രാർത്ഥിക്കാൻ. ഒന്നാമത്തത്, വേറെ ആരും പ്രാർത്ഥിക്കാനെല്ലാം ഒരു വിചാരണം വരെ ഒരാൾക്കും വരില്ല അല്ലേ? കാരണം ആളുണ്ടാക്കി അയക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഈ HP, ഡെൽ ഇങ്ങനത്തെ ഒക്കെ ലാപ്ടോപ്പ്, ഇൻറ്റലൊക്കെ അയക്കുമ്പോൾ അവർ അതിന്മേൽ ലേബിളിടും, ഇതെൻ്റെ ഈ കമ്പനിയുടെ ആണ്. അപ്പോൾ അതുപോലെ ദൈവം മനുഷ്യനുണ്ടാക്കി, അല്ലെങ്കിൽ പ്രാണികളുണ്ടാക്കി, അല്ലെങ്കിൽ ഭൂമിൻ്റെ ദൈവം ലേബിൾ അടിച്ചു വിട്ടേനെ. ഇപ്പം എൻ്റെ തലയിൽ ലേബിൾ ഇട്ടേനെ, ഞാനാണ് ദൈവം, എന്നെ മാത്രം പൂജിക്കാൻ അല്ല, അത് പറയേണ്ട ആവശ്യം വരില്ലല്ലോ, എന്നെ മാത്രം പൂജിച്ചാൽ മതിയെന്ന്. കാരണം ദൈവമാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആളെന്നെയാണല്ലോ പൂജിക്കുക, നമ്മുടെ സൃഷ്ടികർത്താവിനെയാണല്ലോ നമ്മൾ പൂജിക്കുക ബൈ ഡീഫോൾട്ടായിട്ട്, അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒന്നും കാര്യങ്ങളില്ലാത്ത കാരണം നമുക്ക് ഉറപ്പിച്ചിട്ട് പറയാൻ പറ്റും ദൈവം പറഞ്ഞ സംഭവം ഇല്ലയാണ്. ഇനിയിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദൈവത്തിനെ വിശ്വസിക്കണ്ടേ? ആരാണ് കറക്റ്റായിട്ടുള്ള ദൈവം? ഹിന്ദു മതത്തിൽ ഇത്ര ദൈവങ്ങളുണ്ട്, വേറെ മതങ്ങളിൽ ദൈവമുണ്ട്. ഈ എല്ലാം ദൈവങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചാൽ ഇവർ ശരിക്കും എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർ അടിപിടിയായിരിക്കുമല്ലോ മുകളിൽ, ഞാനാണ് വലുത്, ഞാനാണ്. അവർ അടിക്കുന്നുണ്ടോ ഇല്ല നമുക്കറിയില്ല, പക്ഷെ അവരുടെ പേരെടുത്തിട്ട് ഈ ഭൂമിയിൽ എന്തായാലും വലിയൊരു അടി നടക്കുന്നുണ്ട്, ജസ്റ്റ് ടു പ്രൂഫ് അവരുടെ മതം, അവരുടെ ദൈവം വലിയ ആളാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ദൈവം ഒരാളെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വഴക്കൂട്, നിങ്ങൾ തല്ലൂടെന്ന് പറയുമോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയുമെന്ന്, അല്ല. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ദൈവം പറയുന്ന സംഭവം മനുഷ്യനുണ്ടാക്കിയതാണ്. കാരണം ദൈവം ശരിക്കും ഒരു മതം അല്ലെങ്കിൽ മതത്തിൻ്റെ ഒരു റൂൾ ബുക്ക് ഉണ്ടാക്കി തരാണെങ്കിൽ ആ ബുക്ക് എല്ലാവർക്കും കോമൺ ആയനെ. പിന്നെ ആ ബുക്കിൽ മാത്രം മനുഷ്യനെ പറ്റിയിട്ട് മാത്രം ഒരു ഇൻഫർമേഷൻ ഉള്ളൂ. അതായത് മനുഷ്യനെ എങ്ങനെ ജീവിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല, എന്ത് തിന്നാൻ പാടില്ല, എവിടെ പോകാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളല്ലാണ്ട് ആ ദൈവത്തിന് സൃഷ്ടിനെ പറ്റിയും കുറച്ചും കൂടി അറിവ് നമുക്ക് തരായിരുന്നില്ലേ? അതായത് പുറത്ത് ഇത്ര പ്ലാനറ്റ്സ് ഉണ്ട്, വേറെ ലോകത്തിൽ ഇങ്ങനെ
ആൾക്കാരുണ്ട്, ഏലിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ സൂര്യൻ എങ്ങനെയായിരുന്നു, ഭൂമി ഇങ്ങനെയാ കറങ്ങണേ, ഭൂമി എങ്ങനെ വർക്ക് ചെയ്യുന്നു, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ദൈവം പറഞ്ഞു തരണ്ടേ നമുക്ക് അഡ്വാൻസ് ആയിട്ട്. അത് ദൈവം മനുഷ്യൻ കണ്ടുപിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിട്ടതാണോ? പിന്നെ മനുഷ്യൻ കണ്ടുപിടിച്ചു, പക്ഷെ ആ കണ്ടുപിടിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് വർഷങ്ങൾ പിടിച്ചു എന്നല്ലോ. പിന്നെ ഈ ഇത്ര വർഷം പിടിച്ചു ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടായിന്ന് വരെ ആൾക്കാർ അറിയില്ല. ഒരു ദൈവത്തിനും അറിയില്ല, ഒരു ബുക്കിലും അറിയില്ല. ആഡം ആൻഡ് ഈവ് ഒക്കെ പറയുന്നത് വലിയൊരു മണ്ടത്തരാണ്. കാരണം ഭൂമി സൃഷ്ടിച്ച ആഡം ആൻഡ് ഈവ് ഉണ്ടായിരുന്നെങ്കിൽ ഡൈനോസർ എവിടെ പോയി? ഇന്ന് നമ്മൾ ഡൈനോസറിന്റെ റിമൈൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൈനോസർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ഈ ഡൈനോസർ ഉണ്ടാവുന്ന മുമ്പാണോ ഈ മനുഷ്യൻ ഉണ്ടാക്കിയ? അല്ല, അത് കോൺട്രഡിക്ഷൻ ആണ്. മനുഷ്യൻ ആദ്യം ഉണ്ടായി, പിന്നെ ഡൈനോസർ ഉണ്ടായെങ്കിൽ മനുഷ്യൻ ജീവിച്ചിരിക്കില്ല. ഇത്ര വലിയ വലിയ മൃഗങ്ങൾ നടക്കുമ്പോൾ മനുഷ്യൻ എങ്ങനെ ജീവിച്ചിരിക്കാനാ? ആ മൃഗങ്ങൾ ഇല്ലാണ്ട് അതിന് ശേഷമാണ് മനുഷ്യൻ വന്നത്. അപ്പൊ ആ തിയറി വരെ റോങ് ആണ്. അതന്നെ നമുക്ക് ഒരു വലിയൊരു പ്രൂഫാണ്. അങ്ങനത്തെ ഒന്നും ഇല്ല, അത് റോങ് ആണെന്ന് നമുക്ക് അത് അവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റും. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ലോജിക്കലി ആലോചിച്ചാൽ നമുക്ക് ഉറപ്പിച്ചിട്ട് പറയാൻ പറ്റും, 100% ഉറപ്പിച്ച് പറയാൻ പറ്റും ദൈവം മനുഷ്യൻ ഉണ്ടാക്കിയതാണെന്ന്. അതും മനുഷ്യൻ ഭൂമിയിൽ ഇപ്പോൾ എത്ര 1 ലക്ഷം 2 ലക്ഷം മുമ്പ് എല്ലാ നമ്മുടെ ഇത് കിട്ടിയിട്ടുണ്ട്, മനുഷ്യൻ്റെ ഫോസിൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മനുഷ്യൻ ഭൂമിയിൽ പൃഥ്വിയിൽ ഉണ്ടായിട്ട് എത്രയോ ലക്ഷം കണക്കിന് വർഷമായി. ഇനി ഓരോന്നും ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ മനസ്സിലാവും എത്ര വർഷം എക്സാക്ട്ലി ആയിന്ന്. പക്ഷെ അതുവരെ നമുക്കറിയില്ല, അതുവരെ ഒരു ബുക്കിൽ എഴുതിയിട്ടില്ല ഈ ഭൂമി എത്ര ലക്ഷം വർഷങ്ങൾ പഴക്കമുണ്ടെന്ന്. അതെങ്കിലും എഴുതണ്ട, ഞാൻ ഈ ഭൂമി ഇപ്പാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കി, പിന്നെ ഇതായി അതായി, എന്തെങ്കിലും ഒരു അറിവ് നമ്മുടെ ഭൂമിനെ പറ്റി. അത് ഈ മനുഷ്യന് മാത്രം ഇത് കഴിക്കല്ല, ഇത് ചെയ്യല്ല, ഇത് കുടിക്കല്ല, അങ്ങോട്ട് പോവല്ല, ഇവനെ കാണല്ല, അവനെ ഇങ്ങനത്തെ ഒക്കെ മാത്രം ഡയലോഗ് ഇട്ടിട്ട് ആരെ ചെയ്യാൻ? ഇതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ഫണി ആയിട്ട് തോന്നും എനിക്ക്. എത്രയ്ക്കും ഫണി ആയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ വിശ്വാസികളെ കാണുമ്പോൾ എനിക്ക് ചിരി വരും സത്യം പറഞ്ഞാൽ. അവരുടെ പിന്നെ നമ്മൾ ആരോടെങ്കിലും പറയാ, അപ്പൊ അവര് വലിയ ഡയലോഗ് അടിക്കുന്ന ആൾക്കാർ, ഞാൻ ഒരു ശക്തിയിലാണ് വിശ്വസിക്കുന്നത്. എന്ത് ശക്തി? ഞാൻ ഒരു ശക്തിയിലാണ് വിശ്വസിക്കുന്നത് എന്നാണ് ആൾക്കാരുടെ ഡയലോഗ്. എന്ത് ശക്തി? എവിടെ ശക്തി? എനർജി ഉണ്ട്, പക്ഷെ അത് ആരും ഉണ്ടാക്കിയതല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ക്രിയേറ്ററിന് അത്യാവശ്യമാണെങ്കിൽ പിന്നെ ആ ക്രിയേറ്ററിന് ആരുണ്ടാക്കി? അവൻ തന്നെ മുളയ്ക്കാൻ പറ്റുകയാണെങ്കിൽ മനുഷ്യനും ഭൂമിയും ബാക്കിയുള്ള കാര്യങ്ങളും അങ്ങനെ മുളക്കില്ലേ. പിന്നെ മൃഗങ്ങൾക്ക് എന്താ ദൈവമില്ലാത്ത? എന്താ മൃഗങ്ങളൊക്കെ പോയി പ്രാർത്ഥിക്കാത്ത? അവരങ്ങനെ ഉണ്ടാക്കിക്കുന്നതാ? ഒരു മൃഗം നമ്മൾ ഒരിക്കലും ഒരു ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നതോ ഒരു അമ്പലത്തിൽ പോയിരിക്കുന്നതോ അല്ലെങ്കിൽ പള്ളിയിൽ പോയിരിക്കുന്നതോ അല്ലെങ്കിൽ ഇവരൊക്കെ ദൈവം തന്നെ ഉണ്ടാക്കിയതല്ലേ? ചെടികളും മരങ്ങളെല്ലാം ദൈവം ഉണ്ടാക്കിയത് ആണല്ലോ നമ്മൾ പറയണത്. പിന്നെന്താ ഇവര് പോയി പ്രാർത്ഥിക്കാത്ത? എന്താ ഇവരൊന്നും ചെയ്യാത്ത? അവർക്ക് അറിയാത്ത കാരണം ഇപ്പൊ പട്ടി, എലിഫന്റ്, ഹോർസ്, പൂച്ച, ഇവരൊക്കെ നമ്മൾ പെറ്റ് അനിമൽസ് ആണ്. മനുഷ്യന്മാർ പറയുന്നത് അവർക്ക് മനസ്സിലാവും. എനിക്ക് പോ, കൈക്ക്, അങ്ങനെ എന്ത് നമ്മൾ പറഞ്ഞാലും അവർക്ക് കേൾക്കും ചെയ്യും, അത് ചെയ്യും പെറ്റ് അനിമൽസ്. അപ്പൊ ഇവർക്ക് ദൈവം ഇത്ര ബുദ്ധി കൊടുത്താനില്ലേ എന്നെ പ്രാർത്ഥിക്കൂ? പിന്നെ ചില മണ്ടന്മാര് പറയും അവർ പ്രാർത്ഥിക്കുന്നുണ്ട് മനസ്സിലാണെന്ന്. ശരിയാ, അത് മനസ്സിൽ ഇപ്പൊ എന്റെയും നിങ്ങളുടെയും മനസ്സിലൊക്കെ എന്തല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത്രയല്ലോ കാര്യങ്ങളൊക്കെ. ഇപ്പൊ എന്തായാലും ദൈവമില്ലാന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനുള്ള ഞാൻ ഇത്ര റീസൺസ് പറഞ്ഞു. ഇതിന്റെ അപ്പുറത്ത് പിന്നെ നിങ്ങൾ ഏത് ഫാമിലിയിലാണ് ജനിക്കണേ, നിങ്ങൾക്ക് ആ ദൈവമാണ് വലുത്. ഇപ്പൊ ഞാനൊരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ച കാരണം എനിക്ക് ഹിന്ദു ദൈവങ്ങളാണ്. പിന്നെ ഈ പല മനുഷ്യന്മാർ ആ ദൈവങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അവരുടെ ജീവിതം വേസ്റ്റ് ആക്കും. ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ജീസസിനെ ബിലീവ് ചെയ്തേനെ. പക്ഷെ അപ്പൊ അത് ആരുടെ കയ്യിലല്ല? ഞാൻ ഒരു ദൈവത്തിനെ വിശ്വസിക്കുന്നത് അത് ആരുടെ കയ്യിലാണ്? അതെൻ്റെ പേരൻസിൻ്റെ റിലീജനിലാണ് ഡിപ്പെൻഡ് ചെയ്യണേ. പിന്നെ 1% ആൾക്കാർ മതം അങ്ങോട്ട് മാറുന്നു, അത് വേറെ. പക്ഷെ 98% 99% പിള്ളേർ ജനിച്ച മതത്തിലാണ് അവർ, ആ ദൈവത്തിനെയാണ് അവർ ഡിഫെൻഡ് ചെയ്യുന്നത്. അവർക്ക് അറിയും പോലും ഇല്ല ഈ ദൈവം ശരിയാണോ അല്ല എന്താണ്. പക്ഷെ മരണം വരെ ഇവർ ഈ ഇതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ.
അത് അത്രേ പറയാനുള്ളൂ ഗൈസ്. അപ്പോൾ ഓക്കെ, ഇനി ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടാക്കും എത്തിസമിനെ പറ്റിയും സമയത്ത്. സോ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.